ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് ഒരുമിച്ച് സന്നിധി കടന്നു വരുവാൻ, ദൈവവചനം പഠിക്കുവാനായിട്ട് കർത്താവ് നൽകിയ അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും യേശു കർത്താവിൻ്റെ തുല്യമായ നാമത്തിൽ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. അത് കുറച്ചുകൂടി അടുത്ത് വന്നിട്ടുണ്ട്, ഒരു വളരെ സന്തോഷം. അടുത്ത് നിന്ന് ചോദിക്കാറുണ്ട്, അപ്പോൾ എനിക്ക് കേൾക്കാനും സാധിക്കും. ദൂരെ നിന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, കേൾക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അടുത്ത് വന്ന് ചോദിക്കാനും പറയാനും ചോദിച്ചും പറഞ്ഞും നമുക്ക് പഠിക്കാൻ അത് മുഖാന്തരമായിട്ട് തീരട്ടെ. കഴിഞ്ഞ ആഴ്ചകളിൽ നാം റോമാലേഖനത്തിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 1-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. ആദ്യത്തെ പ്രധാന ശീർഷകത്തിൽ നിന്ന് നാം ചിന്തിച്ചു, ആ മുഖവുരയെ സംബന്ധിച്ച് നമ്മൾ കണ്ടു. രണ്ടാമത്തെ പ്രധാന ശീർഷകം ഈ ലേഖനത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ഈ ലേഖനത്തിൻ്റെ വിഷയം എന്താണ്? വിശ്വാസത്താലുള്ള നീതീകരണം. അപ്പോൾ ആ വിഷയത്തിലേക്ക് അപ്പോസ്തലനായ പൗലോസ് വരികയാണ്. 1-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ അവിടെ നീതീകരണത്തിൻ്റെ അനിവാര്യത, എന്തുകൊണ്ട് മനുഷ്യന് നീതീകരണം ആവശ്യമാണ് എന്നുള്ളതാണ് 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 20 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നു. അതിന് ആ ശീർഷകത്തെ, രണ്ടാമത്തെ ശീർഷകത്തിന് 3 ഉപശീർഷകങ്ങൾ, 3 സബ് പോയിന്റുകളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു വന്നത്. 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ, അതായത് 1-ാം അധ്യായത്തിന്റെ 18 മുതൽ ഒടുവിലത്തെ വാക്യം വരെ നീതീകരണത്തിന്റെ അനിവാര്യത, എന്തുകൊണ്ട് നീതീകരണം അനിവാര്യമാണ്, ആവശ്യമാണെന്ന് ചോദിച്ചാൽ ജാതികൾ പാപികളാണ്. ഈ 3-ാം അധ്യായം 20 വരെയുള്ള വാക്യങ്ങളിൽ മുഴുവനായിട്ട് പറഞ്ഞാൽ മനുഷ്യൻ പാപിയാണ്, അല്ലെങ്കിൽ നീതി കെട്ടവനാണ്. ഒന്നാമത്തെ ഭാഗത്ത് ജാതികൾ പാപികളാണ്. 2-ാം ഭാഗത്ത് 2-ാം അധ്യായം 1 മുതൽ 3-ാം അധ്യായത്തിന്റെ 9 വരെയുള്ള 8 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാർ പാപികളാണ്. 3-ാം അധ്യായത്തിന്റെ 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ സർവ്വലോകവും പാപത്തിന്റെ കീഴിലാണ്. നമുക്കറിയാവുന്ന വാക്യമാണ് 3-10. എന്താ? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. 23-ാം വാക്യം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും. അവിടെ ഒരു വ്യത്യാസമില്ല എന്നതിനൊക്കെ വളരെ പ്രാധാന്യതയുള്ള വാക്കുകളാണ്. അതിലേക്ക് നമ്മൾ വരും. അപ്പോൾ ആദ്യത്തെ ഭാഗം പറയുന്നത് ജാതികൾ പാപികൾ. ജാതികൾ എന്നുള്ളത് കൊണ്ട് ബൈബിൾ വിവക്ഷിക്കുന്ന ഈ പൊതുലോകത്തിൽ ജാതി എന്ന് പറയുമ്പോൾ ജാതി വ്യവസ്ഥ, പല ജാതികൾ, ബൈബിൾ അതല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ? യഹൂദനല്ലാത്തവരെയാണ് എന്ത് പറയുന്നത്? ജാതികൾ. എന്ത് ജാതിയാണ്? ഏത് ജാതിയാണ്? ആ ജാതിയല്ല. പിന്നെ യഹൂദനല്ലാത്ത, നമ്മളത് വായിക്കുന്നുണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ, മുഴുവൻ ലോകത്തെയും 3 തിരിച്ചിട്ടുണ്ട് 10-ാം അധ്യായത്തിൽ, അല്ലേ? 30-ാമത്തെ വാക്യം, 31-ാമത്തെ വാക്യം ഒന്ന് നോക്കാവോ? 1 കൊരിന്ത്യർ 10 യഹൂദന്മാർക്കും ജാതികൾക്കും ദൈവസഭയ്ക്കും ഇടർച്ചയല്ലാത്തവരാകും. എത്രയും വാക്യം? 32. 1 കൊരിന്ത്യർ 10:32 വായിച്ചാട്ടെ. 3 തരംതിരിച്ചിരിക്കുക. ഒന്ന് രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിന്റെ നീതി പ്രാപിച്ച ദൈവസഭയിലുള്ളവർ, ദൈവസഭ. മറ്റൊന്ന് യഹൂദന്മാർ, മറ്റൊന്ന് യവനന്മാർ അല്ലെങ്കിൽ ജാതികൾ. അപ്പം നമ്മളിപ്പോൾ നോക്കുന്ന ഭാഗത്ത് റോമാലേഖനം 1-ാം അധ്യായം 18 മുതൽ അതിന്റെ ഒടുവിലത്തെ വാക്യം വരെ ജാതികൾ പാപികളാണ്. എന്തുകൊണ്ട് പാപികളാണ്? ജാതികൾ എന്തുകൊണ്ട് പാപികളാണ്? എന്താണ് അവരുടെ ഭാഗത്തെ തെറ്റ്? വായിച്ചോ? റോമാലേഖനം 1-ാം അധ്യായം വായിച്ചോ? വായിച്ചില്ലേ? വായിച്ചില്ലല്ലോ? വായിച്ചില്ല? വായിക്കണം. ഇനി അടുത്ത ആഴ്ച വരുമ്പോൾ 2-ാം അധ്യായം വായിക്കണം. 1-ാം അധ്യായം വായിക്കണം,
2-ാം അധ്യായം വായിക്കണം. എത്ര പ്രാവശ്യം വായിക്കണം? എത്ര പ്രാവശ്യം വായിക്കേണ്ടി വരും? കുറെ പ്രാവശ്യം വായിക്കേണ്ടി വരും. കുറേ പ്രാവശ്യം വായിക്കേണ്ടി വരും, എങ്കിലും മനസ്സിലാവുള്ളൂ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എല്ലാം മറന്നു പോകും. കിളി വന്നത് എല്ലാം പറക്കിക്കൊണ്ട് പോകും. ഏത് കിളി? കർത്താവ് പറഞ്ഞില്ലേ? ഉപമ. സാത്താൻ. അപ്പൊ അവന് കൊടുക്കരുത്. അവന് കൊടുക്കാതിരിക്കണമെങ്കിൽ ഇതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? വായിച്ചുകൊണ്ടേയിരിക്കണം, ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അതിന്റെ മർമ്മം നമുക്ക് ഏത് ഉദ്ദേശത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് അതിലെ 1-ാം അധ്യായത്തിലെ ഓരോ വാക്കുകൾ എഴുതിയെന്ന് മനസ്സിലാകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? വായിച്ചുകൊണ്ടിരിക്കണം, ധ്യാനിച്ചുകൊണ്ടിരിക്കണം, ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. വിടരുത്, കിളിക്ക് കൊടുക്കരുത് ഒരു കാരണവശാലും. അത് മുളയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവസരം ഉണ്ടാക്കി കൊടുക്കണം നമ്മുടെ ഹൃദയത്തിൽ. സ്തോത്രം. അപ്പൊ ജാതികളുടെ പാപം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. 1:18 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ അവരെന്ത് ചെയ്തു? നന്ദി കാണിക്കുകയോ ചെയ്തില്ല. അതിന് പകരം എന്ത് ചെയ്തു അവര്? അപ്പൊ ദൈവത്തെ സത്യദൈവത്തെ അവരെന്ത് ചെയ്തില്ല. അല്ലെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്ന വാക്കനുസരിച്ച് പറഞ്ഞ 25-ാമത്തെ വാക്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അവർ ദൈവത്തിന്റെ സത്യത്തെ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. അടുത്ത വാക്ക്, സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. ആരെയാണ് ഭജിക്കേണ്ടത്? അവിടുത്തെ വാക്കനുസരിച്ച് പറഞ്ഞാൽ സൃഷ്ടാവിനെ. അപ്പൊ സൃഷ്ടാവുണ്ടോ? അതാണ് ചോദ്യം. ദൈവമുണ്ടോ? ദൈവമുണ്ടോ? എന്താ തെളിവ്? ആരാ പറഞ്ഞ ദൈവമുണ്ടോ? ദൈവമുണ്ടോ? അങ്ങനെ സംശയം തോന്നിയിട്ടില്ലേ? 2025 സംശയം തോന്നിയിട്ടില്ലേ? ഉണ്ടോ? തോന്നില്ലേ? രക്ഷിക്കപ്പെട്ടതിന് ശേഷം എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. നുണയാണ്, തോന്നിയിട്ടുണ്ട്. ഈ നമ്മൾ വചനം പഠിക്കുന്നത് എന്തിനാണെന്നറിയാമോ? എന്തിനാ പഠിക്കുന്നത്? നമ്മെ തന്നെ കൺവിൻസ് ചെയ്യാനാണ്. എനിക്ക് കൺവിൻസ്ഡ് ആയിട്ടുള്ള ബോധ്യമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം നമ്മൾ അടിസ്ഥാനം മുതൽ കാര്യങ്ങൾ നമ്മുടെ മനസ്സാക്ഷിക്ക് നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ എന്താ കുഴപ്പം പറ്റുകയാണെങ്കിൽ ഇപ്പൊ കൊറോണ വന്നതിന് ശേഷം കുറെ ആളുകൾക്ക് ഒഴിഞ്ഞു പോയി, ഇല്ലേ? കൊറോണയ്ക്ക് മുമ്പ് ദിവസങ്ങളിലെ യോഗത്തിലൊക്കെ വല്ലപ്പോഴൊക്കെ വന്നുകൊണ്ടിരുന്ന ആളുകൾക്ക് എന്ത് ചെയ്തില്ല? വരുന്നില്ല. ഞായറാഴ്ച തന്നെ ആളുകൾക്ക് വരാൻ. അപ്പൊ എന്തായിരിക്കും പ്രശ്നം? എവിടെ കുഴപ്പം? എന്തായിരിക്കും കുഴപ്പം? എന്നോട് പറഞ്ഞു. നേരത്തെ ചെയ്തുകൊണ്ട് വന്ന കാര്യങ്ങളൊന്നും യഥാർത്ഥമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല, വിശ്വാസവും ബോധ്യവും ഉണ്ടായിട്ടല്ല. ഒരു സിസ്റ്റത്തിലും ഇങ്ങനെ ട്രെയിനിന്റെ ഒരു ബോഗിയിലും മറ്റേ ബോഗി എന്തിരിക്കുക, കൊളുത്തിയിട്ടിരിക്കുക, അതങ്ങനെ പോകുന്നു മാത്രമേ. നമ്മെ തന്നെ ബോധ്യപ്പെടുത്തണം. ഈ ലേഖന പഠനം കഴിയുമ്പോൾ നമുക്ക് ആ ബോധ്യം ഉണ്ടാകണം. അപ്പൊ അത് നിങ്ങൾ സഹകരിക്കണം, നിങ്ങൾ പഠിക്കണം, നിങ്ങളും കൂടെ വായിക്കണം. കേട്ടിട്ട് പോയത് കൊണ്ട് ഒരു കാര്യമില്ല. അപ്പൊ നമ്മുടെ ചോദ്യം, ഇന്ന് ഞാൻ കുറച്ച് ചോദ്യങ്ങളെ ചോദിക്കും. ദൈവം ഉണ്ടെന്ന് എന്താ തെളിവ്? മക്കള് ഇവരെ ഞാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഒരു 12-13 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾ, യുവാക്കന്മാർ, യുവതികൾ, ഒരു 35 വയസ്സ് വരെ. അത് നിങ്ങളൊക്കെ ഒഴിവാക്കിയെന്നല്ല, അടുത്താഴ്ച വരാതിരിക്കരുത്. ഒരു ആ പ്രായത്തിലുള്ള ആളുകൾ വന്ന് ഈ വചനം ചെയ്യണം, പഠിക്കണം. ഒരു 12-13 വയസ്സ് മുതൽ ഒരു 35 വയസ്സ്, അതിന് മേലുള്ളവർ പഠിക്കണ്ടെന്നല്ല. അല്ല, അത് നിങ്ങളെല്ലാം 35-ന്റെ ഉള്ളിലാണ് ഞാൻ അങ്ങനെ കണ്ടാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. അപ്പൊ നിങ്ങൾ പറഞ്ഞു എന്താ ദൈവം ഉണ്ടെന്നുള്ളതിന് എന്താ തെളിവ്? അല്ലെങ്കിൽ ലളിതമായിട്ട് പറഞ്ഞാൽ ദൈവം ദൈവത്തെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏതെല്ലാം മാർഗത്തിലൂടെയാണ്, ഏതെല്ലാം വിധത്തിലൂടെയാണ്?
അതാണ് റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ ഈ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ദൈവം എന്ത് ചെയ്തു? ദൈവം തന്നെ താൻ ചെയ്ത പ്രവൃത്തിയിലൂടെ, സൃഷ്ടിയിലൂടെ ലോകത്തിന് എന്ത് ചെയ്തിരിക്കുകയാണ്? വെളിപ്പെടുത്തി. 3 വിധത്തിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 3 വിധത്തിൽ. അതിലൊന്നാമത്തേതാണെന്ത്? സൃഷ്ടിയിലൂടെ, ദൈവത്തിന്റെ പ്രവൃത്തിയിലൂടെ. ഒരു കലാകാരൻ വരച്ച ചിത്രം നമ്മൾ കാണുമ്പോൾ, ഒരു കൊത്തുപണിക്കാരൻ ചെയ്ത കൊത്തുപണി നമ്മൾ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കഴിവും കലാബോധവും ചിന്താശേഷിയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഇല്ലേ? അതാണ് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ദൈവം മനുഷ്യന്റെ സങ്കല്പത്തിലും കരവിരുതിലും കല്ല്, സ്വർണം, വെള്ളി എന്നിവയിൽ കൊത്തിയെടുക്കുന്ന പ്രതിമ പോലെയാണ് എന്ന് നിരൂപിക്കേണ്ട. അപ്പൊ ഒരാളൊരു കൊത്തുപണി ചെയ്യുമ്പോൾ അവന് എന്തുണ്ട്? ഒരു സങ്കല്പമുണ്ട്, അല്ലെങ്കിൽ ഒരു കലാബോധമുണ്ട്. അവൻ്റെതായ കലാബോധത്തിനനുസരിച്ചാണ് അവൻ അതിനെന്ത് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു സൃഷ്ടിയെ കാണുമ്പോൾ, ഒരു കലാസൃഷ്ടി കാണുമ്പോൾ, ചിത്രമാകട്ടെ കൊത്തുപണിയാകട്ടെ, അത് കാണുമ്പോൾ നമ്മൾ ആരെ ഓർക്കുന്നത് പെട്ടെന്ന്? ആ കലാകാരനെയാണ് ഓർക്കുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുന്ന ഒരാള് അതിനാരെ കാണണം? സൃഷ്ടാവിനെ കാണണം. അതാ 20 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. 20 മുതലുള്ള വാക്യങ്ങൾ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ആദ്യത്തെ തെളിവ് എന്താ? സൃഷ്ടി അത് പറയുന്നു. ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവ് ഒരിക്കലും ഈ സൃഷ്ടിയിൽപ്പെട്ട ജീവജാലങ്ങളോ ചരാചരങ്ങളോ പക്ഷികളോ മൃഗങ്ങളോ മനുഷ്യനോ അല്ല. അത് 23-ാം വാക്യം. മനുഷ്യനത് ചെയ്യാൻ, മനുഷ്യനെ കൊണ്ടാകുന്ന കാര്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, അല്ലേ? ഭൂമിയെ ദൈവം എന്തിലാണ് നിർത്തിയിരിക്കുന്നത്? ശൂന്യതയില്ല, നാസ്തിത്വത്തിൽ, അല്ലേ? എവിടെയാ? ഇയ്യോബിന്റെ പുസ്തകം 27:6 നമ്മളത് വായിക്കുന്നു. ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിൽ വിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിന്റെ തന്നെ നോർത്ത് സൈഡ്, ഉത്തരദിക്ക് എന്താണ്? ശൂന്യമാണ്, എംപ്റ്റി ആണെന്നാ പറയുന്നത്. അത് ഇപ്പോഴത് കണ്ടുപിടിച്ചേട്ടോ. അതായത് എന്നിട്ട് പറയുന്നത് ഭൂമിയെ അവൻ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. നമ്മുടെ ഭാരതത്തിന്റെ ഒരു സങ്കല്പം അനുസരിച്ച് ഭൂമി 4 അല്ലെങ്കിൽ 8 ആനയുടെ പുറത്താണ് ഇരിക്കുന്നതെന്നാണ്. അപ്പൊ ഈ ആനയ്ക്ക് തോൾ കഴിക്കുമ്പോൾ, വേദനിക്കുമ്പോൾ ആനന്ദ ചെയ്യും, ഇങ്ങനെ ഒന്ന് അനങ്ങും. അങ്ങനെ അനങ്ങുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഭൂകമ്പം ഉണ്ടാകുന്നത്. ഗ്രീക്കുകാരുടെ സങ്കല്പം അനുസരിച്ച് ഭൂമി അറ്റ്ലസ് ദേവന്റെ പുറത്താണ് ഇരിക്കുന്നത്. അപ്പൊ സൃഷ്ടാവായ ദൈവം വേദപുസ്തകത്തിൽ, ആദ്യത്തെ പുസ്തകത്തിൽ, ഇയ്യോബിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക എന്ത്? ഭൂമി അവൻ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു, ഉത്തരദിക്കിനെ എന്താ? ശൂന്യത്തിൽ വിരിക്കുന്നു. നമ്മൾ വസിക്കുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഭൂമിയുള്ള ഈ സൗരയൂഥം, സോളാർ സിസ്റ്റം, 9 ഗ്രഹങ്ങൾ അടങ്ങി സോളാർ സിസ്റ്റം, ഇത് തന്നെ നമ്മുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളുന്നത് അല്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഭൂമിയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള ചന്ദ്രനിലേക്ക് നമ്മൾ പോയി, അല്ലേ? ആ ചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ ഏതാ? ചൊവ്വ, അല്ലേ? ചൊവ്വയിലേക്ക് നമ്മൾ എന്തയച്ചു? മംഗൾയാൻ. എനിക്ക് തോന്നുന്നു 2017 സെപ്റ്റംബറിൽ മംഗൾയാൻ അയച്ചു. ഇന്ത്യ അയച്ച മംഗൾയാൻ 2018 ഒക്ടോബറിലാണ് അവിടെ എത്തുന്നത്. എത്ര സ്പീഡിലാണ് പോയെന്നറിയാമോ? മണിക്കൂറിൽ 13,000 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിച്ചിട്ടാണ്. ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടാണ് അത് അവിടെ എത്തുന്നത്. അപ്പൊ എത്ര ദൂരം? ഒരിക്കലും മനുഷ്യന് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. ഇനി അപ്പോൾ മനുഷ്യൻ ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മണിക്കൂറിൽ 2 ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന റോക്കറ്റുകൾ കണ്ടുപിടിക്കാനാണ്. അപ്പോഴാണ് ഇനി അവിടെ ചെല്ലാൻ തിരിച്ചു വരാനൊക്കെ കഴിയുള്ളൂ. അല്ലെങ്കിൽ പോക്കേ നടക്കുള്ളൂ, തിരിച്ചു വരവ് നടക്കുകയില്ല. അപ്പൊ അത്രയധികം ദൂരമുണ്ട്. അപ്പൊ ഈ ദൂരം ഒരിക്കലും കിലോമീറ്ററിലോ മൈലിലല്ല കണക്കാക്കുന്നത്. പിന്നെ എന്തിലാണ്?
പ്രകാശ വർഷത്തിലാണ് കണക്കാക്കുന്നത്. അപ്പൊ ഈ സൗരയൂഥം തന്നെ അതിന്റെ അകലം അല്ലെങ്കിൽ അതിന്റെ വലിപ്പം നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ആയിരക്കണക്കിന് സൗരയൂഥങ്ങൾ ചേരുന്നതാണ്, സോളാർ സിസ്റ്റം ചേരുന്നതാണെന്ത്, ഒരു മിൽക്കി വേ അല്ലെ, മിൽക്കി വേ, ക്ഷീരപഥം എന്ന് പറയുന്നത്. അതുപോലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മിൽക്കി വേസ് ചേരുന്നതാണെന്ത്, ഒരു ഗാലക്സി. അതുപോലെ ആയിരക്കണക്കിന് ഗാലക്സി ചേരുന്നതാണ് സ്പൈറൽ ഗാലക്സി. ഇതിന്റെയൊക്കെ രസം എന്താണെന്ന് വെച്ചാൽ ഭൂമി കറക്കുകയും മറ്റ് ഗ്രഹങ്ങൾ എല്ലാം ഈ പരസ്പരം ഭ്രമണം ചെയ്യുകയും ചെയ്യുന്നത് പോലെ ഈ സോളാർ സിസ്റ്റം മാത്രമല്ല, മറ്റ് സോളാർ സിസ്റ്റങ്ങളും ഈ ഗാലക്സി എല്ലാം ചെയ്യുന്നുണ്ട്. കറങ്ങുക മാത്രമല്ല, പിന്നെ ഈ പ്രപഞ്ചം അങ്ങനെ തന്നെ മുഴുവനായിട്ട് നോർത്ത് സൈഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നീങ്ങുന്നുണ്ടെന്നാ പറയുന്നത്. അതിപ്പോ കണ്ടുപിടിച്ചതാ. അപ്പൊ യോബ് 27:6 എടുത്ത് ഉത്തര ദിക്കിനെ എടുക്കണ്ട, ഉത്തര ദിക്കിനെ അവൻ ശൂന്യത്തിൽ. അപ്പൊ ഈ പ്രപഞ്ചം അങ്ങനെ തന്നെ നോർത്തിലേക്ക് പോകണമെങ്കിൽ ഉത്തര ദിക്ക് എന്തായിരിക്കണം, ശൂന്യമായിരിക്കണം. അപ്പൊ ഈ പ്രപഞ്ചം പറയുന്നു ഇതിന്റെ പിന്നിൽ എന്തുണ്ട്, ഒരു സൃഷ്ടാവ് ഉണ്ട്, ഒരു സൃഷ്ടാവുണ്ട്. ഇപ്പം കുടം കാണുമ്പോൾ നെറ്റോ ചേട്ടാ, ഒരു കുടം, മൺകുടം കാണുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്, ഒരു ഇതുണ്ടാക്കിയ ഒരു കുശവൻ, ഇത് കൊല്ലൻ എന്തായാലും ഇത് ഉണ്ടാക്കുന്നില്ല, ഒരു കുശവനാണിത് ഉണ്ടാക്കിയത് അല്ലേ. ഈ കുടത്തിനകത്തേക്ക് കൈയിട്ട് നോക്കിയാൽ കുശവനെ കാണാമോ? ഇല്ല, കാണാൻ കഴിയില്ല. കാരണം എന്താ, ഈ കുശവൻ എന്ന് പറയുന്ന അവൻ ഉണ്ടാക്കിയ കുടത്തേക്കാൾ വലിയവനാണ്. അവൻ ആയിരക്കണക്കിന് കുടങ്ങൾ, ലക്ഷക്കണക്കിന് കുടങ്ങൾ അവനുണ്ടാക്കിയിട്ടുണ്ട് അവന്റെ ജീവിതത്തിൽ. അതിലൊരു കുടം മാത്രമാണിത്. ദൈവം ഉണ്ടാക്കിയ പ്രപഞ്ചത്തിലെ ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് അല്ല, കോടാനുകോടി എണ്ണമറ്റ ഗോളങ്ങളിൽ ഒരു ചെറിയ ഗോളം മാത്രമാണിത് ഈ ഭൂമി. ആ ഭൂമിയിലെ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. ആ മനുഷ്യൻ പറയാണ്, ഒരു കല്ലുകൊണ്ടോ മരം കൊണ്ടോ ഉണ്ടാക്കിയിട്ട് ഇതാണ് ദൈവം എന്ന് പറഞ്ഞാൽ അവൻ എന്താ ചെയ്യുന്നത്, ദൈവത്തിന്റെ സത്യത്തെ വ്യാജമാക്കാണ്. ദൈവം ആരാണോ അതിനെ അവൻ വികലമാക്കിയാണ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ പാപം, തെറ്റ് എന്ന് പറയുന്നത്. 18ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 18ാമത്തെ വാക്യം. അപ്പോ 2 വാക്ക് പറഞ്ഞോട്ടെ. ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒന്ന് എന്താ, സൃഷ്ടിയിലൂടെ. രണ്ടാമത്തേത്, അത് ഇവിടെ ഇല്ല, രണ്ടാമത്തേത് ദൈവം തന്റെ വചനത്തിലൂടെ, തന്റെ വചനത്തിലൂടെ. എബ്രാഹിം 1:1 നമ്മൾ വായിക്കും, ദൈവം പണ്ട് ഭാഗമായി വിവിധമായി പിതാക്കന്മാരുടെ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തു. അപ്പോൾ ദൈവം വചനത്തിലൂടെ തന്നെ ചെയ്തിട്ടുണ്ട്, വെളിപ്പെടുത്തിയിട്ടുണ്ട്, വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തേത്, ദൈവം മനുഷ്യനായി അവതരിച്ച് തന്നെ താൻ എന്ത് ചെയ്തു, വെളിപ്പെടുത്തി, അല്ലെങ്കിൽ പുത്രനിലൂടെ വെളിപ്പെടുത്തി. യോഹന്നാൻ 1:18 വാക്യം എന്താ, യോഹന്നാന്റെ സുവിശേഷം 1:18 വാക്യം എന്താ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കും. അപ്പൊ പുത്രനിലൂടെ അല്ലെങ്കിൽ ജഡാവതാരത്തിലൂടെ തന്നെ താൻ വെളിപ്പെടുത്തി. ഇനി ദൈവത്തിന്റെ സത്യം എന്ന് നമ്മൾ കണ്ടല്ലോ. ഇപ്പോ ഒരു സൃഷ്ടി കാണുമ്പോൾ അതിന് പിന്നിൽ എന്തുണ്ടാവും, സൃഷ്ടാവ് ഉണ്ടാകും. അപ്പൊ ഈ പ്രപഞ്ച സൃഷ്ടിയിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഇതിന്റെ പിന്നിലുള്ള സൃഷ്ടാവ് ഒരു സാധാരണക്കാരനല്ല. അതാണ് 20ാമത്തെ വാക്യം. എന്ത്, അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ കണ്ടു. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായ അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ, അവനെ കാണാനായിട്ട് കഴിയില്ല, പക്ഷെ അവന്റെ അദൃശ്യമായ ലക്ഷണങ്ങൾ, അതായത് ദിവ്യത്വമായ നിത്യശക്തിയുള്ള, അല്ലെങ്കിൽ അതാണ് ഇവിടെ പറയുന്നൊരു കാര്യം.
ദൈവത്തിന്റെ സത്യത്തെ വ്യാജമാക്കി എന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് ദൈവത്തിന്റെ സത്യം? ഇപ്പൊ ഇതിന്റെ പിന്നിലൊരു സൃഷ്ടാവുണ്ട്. സൃഷ്ടിയുടെ പിന്നിലൊരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിന്റെ സ്വഭാവം അല്ലെങ്കിൽ ആ സൃഷ്ടാവിന്റെ ദൈവികമായ ഗുണങ്ങൾ, അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായ അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ, അതാണ് ദൈവിക ഗുണങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ലോ, ഒരു ചിത്രമോ ഒരു കൊത്തുപണിയോ കാണുമ്പോൾ ഇത് ഒരു കലാകാരൻ ഉണ്ടാക്കിയതാണ് എന്ന് മാത്രമാണ് മനസ്സിലാക്കുന്നത്. ആ കലാകാരന്റെ ഏകദേശം ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ സ്വഭാവം ഏകദേശം നമുക്ക് മനസ്സിലാവില്ലേ? ഇല്ലേ? മനസ്സിലാവും. ഒരു വണ്ടിയിൽ ഒരു ആളുകൾ ഉപയോഗിക്കുന്ന വാഹനത്തിലേക്ക് കയറുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ സൃഷ്ടിയെ കാണുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവം, അദൃശ്യ ലക്ഷണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിനെയാണ് ദൈവത്തിന്റെ സത്യം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം ആരാണെന്നുള്ള സത്യം. അപ്പൊ ഈ ഭാഗത്തുനിന്ന് ദൈവം ആരാണെന്നുള്ള സത്യം എന്താ പറയുന്നത്? ഒന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദൈവം സൃഷ്ടാവാണ്, എന്തല്ല? സൃഷ്ടിയല്ല. അപ്പൊ ഒരാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചാൽ 21, 22, 23 വാക്യങ്ങൾ വായിക്കും. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവരെ ദൈവമെന്ന് ഓർത്ത് മഹിമീകരിക്കുകയോ നല്ല കാര്യങ്ങൾ ചെയ്യാതെ അങ്ങനെ ദൈവങ്ങളിൽ വ്യക്തരായിരുന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം നിരണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുരടായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ സ്വയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, എഴുതാതി എന്നിവയുടെ രൂപസദൃശമായി മാറ്റിക്കളഞ്ഞു. അതായത് അവർ ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് മൂഢരായിപ്പോയി. തങ്ങളുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അവരുടെ വ്യക്തമായ വിചാരങ്ങൾ അല്ലെ എന്താണ്? തങ്ങളുടെ നിരൂപണങ്ങളിൽ അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യക്തരായി തീർന്നു. അപ്പൊ നിരൂപിച്ചല്ലേ ഉണ്ടാക്കുന്നത് മനുഷ്യൻ ഓരോ കാര്യങ്ങൾ അല്ലെ? നിരൂപിച്ചാണ്. നേരത്തെ പറഞ്ഞ ചിത്രം ഉണ്ടാക്കുന്ന നിരൂപിച്ചാണ്. അപ്പൊ അവന്റെ നിരൂപണങ്ങളിൽ വ്യക്തരായി തീർന്നു എന്ന് പറഞ്ഞാൽ ദൈവം എങ്ങനെയാണ് എന്നുള്ളത് അവൻ സൃഷ്ടിയിൽ നിന്ന് മനസ്സിലാക്കിയില്ല. അതിന് പകരം സ്വയമായിട്ട് എന്ത് ചെയ്തു? ദൈവം സൃഷ്ടാവാണ്, ഒരിക്കലും എന്തല്ല, സൃഷ്ടിയല്ല. എന്നിട്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്തു? 23 വാക്യം, അനശ്വരനായ ദൈവത്തിന്റെ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ മാറ്റിക്കളഞ്ഞു. രൂപസാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറിയെന്നാണ് POC ബൈബിളിൽ. അതായത് ഇതുപോലെയൊക്കെ ആയിരിക്കും ദൈവം ഇരിക്കുന്നതെന്ന് ചിന്തിച്ചു. അതാണ് നിരൂപണം. അപ്പൊ അതെന്താ? ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാം എന്താണ്? അതാണ് 25 വാക്യം. അവർ ദൈവത്തിന്റെ സത്യത്തെ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച്. അപ്പൊ ഇതൊക്കെ എന്താ? 23 പറഞ്ഞിരിക്കുന്നതെല്ലാം എന്താ? സൃഷ്ടിയാണ്. സൃഷ്ടി ഒരിക്കലും എന്തല്ല, ദൈവമല്ല. ഈ സൃഷ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് 2 വിധത്തിൽ ചിന്തിക്കാം. ഒന്ന്, ദൈവം സൃഷ്ടിച്ചവ. ഇപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം എന്താ? ദൈവം സൃഷ്ടിച്ച. ഇനി മനുഷ്യനും എന്ത് ചെയ്യുന്നുണ്ട്? സൃഷ്ടിക്കുന്നുണ്ട്. മനുഷ്യനുണ്ടാക്കിയത്. ഇപ്പൊ ദൈവം സൃഷ്ടിച്ച ജീവനുള്ള പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയെ ചുരുക്കി പറഞ്ഞാൽ സകലതിനെയും മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം സൃഷ്ടിച്ച സകല ജീവജാലങ്ങളെ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ആരാധിക്കുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ വ്യത്യസ്തമാണെന്ന് മാത്രം. പട്ടി മുതൽ പാമ്പ് മുതൽ സകലതിനെയും, പശുവും ആടും കോഴിയും സകല സാധനങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? ആരാധിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല. അപ്പൊ അത് ദൈവം സൃഷ്ടിച്ചതാണ്. ഇനി മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അവയുടെ രൂപങ്ങൾ ഉണ്ടാക്കുന്നു. അതിന്റെ ദൈവം ആരാ? മനുഷ്യൻ തന്നെ. മനുഷ്യനാണ് അതിനെ ഉണ്ടാക്കിയത്. അപ്പൊ അതിനെന്ത് ചെയ്യുന്നു? നമസ്കരിക്കുന്നു. 1-2 വാക്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം ഞാൻ വായിച്ചത് എനിക്ക് തോന്നുന്നു. അപ്പോസ്തലപ്രവൃത്തി 17-ന്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഉണ്ടാക്കി ദൈവം സ്വർഗ്ഗത്തിലും ഭൂമിയിലും അനാഥനാകുന്നുണ്ട്. കൈപ്പണി
സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകുമുണ്ട് അല്ലേ? വായിച്ചു ഒന്നുകൂടി വായിച്ചു 24. ആ ദൈവം സകലത്തെ സൃഷ്ടിച്ചവനായതുകൊണ്ട് യോസേപ്പ് എങ്ങനെ എഴുതിയിരിക്കണം? മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിൽ വാസം ചെയ്യുന്നില്ല അവൻ. അടുത്ത വാക്യം, അവൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനായതുകൊണ്ട് മനുഷ്യന്റെ കൈകളാലുള്ള ശുശ്രൂഷയും ആവശ്യപ്പെടുന്നില്ല. ദൈവം എല്ലാവർക്കും എല്ലാം ചെയ്യാം കൊടുക്കുന്നവനാണ്. ദൈവം ദാതാവാണ്, സ്വീകർത്താവ് അല്ല. ദാതാവാണെന്നുള്ളത് എന്ത് ചെയ്യാം? പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. അപ്പോൾ ഏറ്റവും അമൂല്യമായ കാര്യങ്ങളൊക്കെ ദൈവം ഇങ്ങനെ കൊടുക്കുന്നത് സൗജന്യമായിട്ട് കൊടുക്കുക. അടിസ്ഥാനപരമായ കാര്യങ്ങൾ അതെല്ലാം വില കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. കഴിഞ്ഞ നമ്മൾ കണ്ടു ഈ രാവും പകലും. ദൈവം ഒന്ന് സൃഷ്ടാവാണെന്ന് മനസ്സിലാക്കാം, ദൈവം സർവശക്തനാണെന്ന് മനസ്സിലാക്കാം, ദൈവം സർവ ജ്ഞാനിയാണെന്ന് മനസ്സിലാക്കാം, ദൈവം സർവ്വവ്യാപിയാണെന്ന് എന്ത് ചെയ്യാം? മനസ്സിലാക്കി പ്രപഞ്ചത്തിലൂടെ തന്നെ അതെല്ലാം മനസ്സിലാക്കാനായിട്ട് കഴിയും. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അതാണ് 29ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അതിന്റെ 29 അപ്പോസ്തലപ്രവൃത്തി 17:29. നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയാണ്. ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പം കൊണ്ട് പൊട്ടിത്തീർക്കുന്ന പൊൻ, വെള്ളി, കല്ല് എന്നിവയോട് സദൃശ്യം എന്ന് നിരൂപിക്കേണ്ടതല്ല. നാം ദൈവത്തിന്റെ സന്താനം, അവിടെ ജനറൽ ആയിട്ട് പറഞ്ഞിരിക്കാൻ ദൈവത്തിന്റെ സൃഷ്ടികളായതുകൊണ്ട് അതിന്റെ തൊട്ടുമേലത്തെ വായിക്കുന്നു. 28ാമത്തെ വാക്യം, അവരിലോ നാം ജീവിക്കുകയും ലയിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ 27 അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവൻ അന്വേഷിക്കേണ്ടത് തന്നെ. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നില്ല. ദൈവം നമ്മിൽ ആർക്കും ചെയ്തില്ല. അങ്ങനെ തപ്പി നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുളത്തിൽ തപ്പി നോക്കേണ്ട ആവശ്യമില്ല. വയലാർ പാടിയല്ലേ, ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ മരുഭൂമിയിലോ കടലിലോ അപ്പുറത്ത് വനത്തിലോ വിജനമായ ദേശത്തോ താമസിക്കുന്ന ആളല്ല. ദൈവം സൃഷ്ടിച്ച അനേക കോണങ്ങളിൽ ഒരു കോണം മാത്രമാണ് ഈ ഭൂമി. മറ്റൊന്ന് അവിടെ താഴെ പറയുക, അങ്ങനെ അലഞ്ഞ് തേടാൻ പാകത്തിന് ദൂരെ അല്ല ദൈവം. ദൈവം അടുത്ത് ഉണ്ട്. ദൈവം സർവ്വവ്യാപിയാണ്. ദൈവത്തിന്റെ സമീപത്ത് ഉണ്ട്. മറ്റൊരു കാര്യം, ദൈവത്തിന്റെ സന്താനങ്ങൾ, അതായത് ദൈവത്തിന്റെ സൃഷ്ടികളായതുകൊണ്ട് മനുഷ്യൻ ചിന്തിച്ച് അവന്റെ കരവിരലിലും സങ്കല്പത്തിലും കൊത്തിയെടുക്കുന്ന പ്രതിമ പോലെയാണ് ദൈവം എന്ന് ചിന്തിക്കരുത്. മറ്റൊരു കാര്യം കൂടെ വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ യെശയ്യാ 40-18 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. ആകയാൽ നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും? ഏത് പ്രതിമയെ നിങ്ങൾ അവരോട് പ്രതിഷ്ഠിക്കുക? മൂശാരി വിഗ്രഹവാസവും തട്ടാൻ പൊന്നുകൊണ്ട് ഉപയോഗിക്കുകയും അതിന് വെള്ളിച്ചങ്ങല തീർക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള പ്രതിഷ്ഠയ്ക്ക് ഭംഗിയില്ലാത്തവൻ ദ്രവിച്ചു പോകാത്ത ഒരു മരക്കട്ട തിരഞ്ഞെടുക്കുകയും ഇളകാത്ത വിഗ്രഹമൂർത്തി ഉണ്ടാക്കി നിർത്തുവാൻ ഒരു ശില്പി അന്വേഷിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയോ? നിങ്ങൾ കേട്ടിട്ടില്ലയോ? ആദ്യം മുതൽ നിങ്ങളോട് അറിയിച്ചിട്ടില്ലേ? ഭൂമിയുടെ അടിസ്ഥാനങ്ങളാൽ നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലേ? അവൻ ഭൂമണ്ഡലത്തിൽ മീതെ അധിവസിക്കുന്നു. കണ്ടു, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? 21 വാക്യം 18 മുതൽ വായിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും? ഏത് പ്രതിമയെ നിങ്ങൾ അവനോട് സദൃശമാക്കും? മൂശാരി വിഗ്രഹമാർക്കുന്നു, തട്ടാൻ പൊന്നുകൊണ്ട് പൊതിയുകയും അതിന് വെള്ളിച്ചങ്ങല തീർക്കുകയും ചെയ്യുന്നു. പൊന്നുകൊണ്ട് പൊതിഞ്ഞാൽ പിന്നെ അതിനെന്താണെന്ന് വരും? ചങ്ങലയിട്ട് ഉറപ്പിച്ചില്ലെങ്കിൽ ആ വിളവ് കൊണ്ടുപോകുന്നു. ഇനി അതിന് കാശില്ലാത്തവൻ, 20-ാം വാക്യം, ഇങ്ങനെയുള്ള പ്രതിഷ്ഠയ്ക്ക് വകയില്ലാത്തവൻ ദ്രവിച്ചു പോകാത്ത ഒരു മരക്കണ്ടം തിരഞ്ഞെടുക്കുകയും ഇളകാത്ത വിഗ്രഹം കൊത്തി ഉണ്ടാക്കി നിർത്തുവാൻ ഒരു ശില്പിയെ. എന്നിട്ട് 21-ാം വാക്യം, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയോ? നിങ്ങൾ കേട്ടിട്ടില്ലയോ? ആദ്യം മുതൽ നിങ്ങളോട് അറിയിച്ചിട്ടില്ലയോ? ഭൂമിയുടെ അടിസ്ഥാനങ്ങളാൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിയുടെ അടിസ്ഥാനങ്ങളാന്ന് പറഞ്ഞാൽ ഭൂമിക്ക് കല്ലിട്ട് അടിസ്ഥാനം ഇട്ടെന്നാണോ? ഈ പ്രപഞ്ചത്തിൽ നിന്ന്, ഇതിന്റെ ഒരു സിസ്റ്റത്തിൽ നിന്ന്, ഈ രാവും പകലും ഉണ്ടാകുന്നതിൽ നിന്ന്, ഋതുഭേദങ്ങൾ, കാലാവസ്ഥ മാറി മാറി വരുന്നതിൽ നിന്ന്,
ദൈവം ഈ പ്രപഞ്ചത്തിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നീ ഉണ്ടാക്കുന്ന മരക്കണ്ടമല്ല ദൈവം എന്ന് നിനക്ക് മനസ്സിലായില്ലേ? അവൻ ഭൂമണ്ഡലത്തിന്മീതെ അധിവസിക്കുന്നു. ഭൂമിക്ക് മേലെയാണവൻ. ഒന്നുകൂടെ പറഞ്ഞാൽ, മണ്ഡലാകൃതിയിലുള്ള ഭൂമിയുടെ അപ്പുറത്താണ്. ഭൂമി വൃത്താകൃതിയാണോ? അല്ലല്ലോ. മണ്ഡലാകൃതി, അതാ എഴുതിയിരിക്കുന്നത്. ഭൂമണ്ഡലത്തിന്മീതെ അധിവസിക്കുന്നു. 25-26 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും? ഞാൻ ആരോട് തുല്യനാകുമെന്ന് പരിശുദ്ധനായവൻ അരുത്. നിങ്ങൾ കണ്ണു മേലോട്ട് ഉയർത്തി ഇവയെ സൃഷ്ടിച്ചതാ. അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവന്റെ വീര്യമാഹാത്മ്യ നിമിത്തം, അവന്റെ ശക്തിയുടെ ആധിക്യം നിമിത്തം അവയിലൊന്നും കുറഞ്ഞ് ആകാശത്തിലേക്ക് കണ്ണുയർത്തി നോക്കാൻ. ഇവയെ സൃഷ്ടിച്ചത് ആരാണ്? ദൈവം പറഞ്ഞിടത്തോടെ അത് കറങ്ങുമോ? ഇപ്പൊ സൂര്യന് ഏത് ചായവ അറിയോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ അങ്ങനെ മനസ്സിലാക്കുന്നല്ലേ? ഇപ്പം നിങ്ങൾ അതിനാ ഇപ്പൊ പറഞ്ഞത്, നിങ്ങൾ ആകാശത്തിലേക്ക് തലയുയർത്തി നോക്കുക. അപ്പൊ നിങ്ങൾ പകല് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സൂര്യൻ നിങ്ങൾ നിൽക്കുന്ന വശത്ത് നിന്ന് സൂര്യൻ ഏത് വശത്താന്ന് നോക്കാം. ഇപ്പൊ ഏത് വശത്താന്ന് അറിയോ? തെക്ക് വശത്താണ്. നിഴല് വടക്കോട്ടായിരിക്കും. ഇനി അത് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അതെന്താവും? വടക്ക് വശത്താവും. നിഴൽ എങ്ങോട്ടാവും? തെക്കോട്ടാവും. അപ്പൊ നമ്മൾ പറയുന്നത് ഇത് വടക്കൻ ചായ എന്ന് പറയുന്നത്. അവ ചൂട് ഈ സൂര്യൻ ഭൂമിയോട് കുറച്ചുകൂടി അടുക്കിലേക്ക് വരും. ഇതെല്ലാം കൃത്യമായിട്ട് ചലിക്കുക. എത്രയോ വർഷങ്ങൾ, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇതിനൊരു കേടും. നമ്മളൊരു കാര്യം ഉണ്ടാക്കിയാൽ, ഒരു ടെക്നോളജി എന്തെങ്കിലും, ഈ ഫാൻ നിത്യമായിട്ട് ഇങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് കറങ്ങുവാണോ? ഇല്ലല്ലോ. അതിനകത്ത് പറ്റും, കേടുപറ്റും. ദൈവത്തിന്റെ സൃഷ്ടിക്ക്, ദൈവം വെച്ച സംവിധാനത്തിൽ ഒരു കേടും മനുഷ്യനായിട്ട് ഉണ്ടാക്കിയ കേടേ ഉള്ളൂ, അല്ലാതെ ഒരു കേടും അതിന് സംഭവിക്കുകയില്ല. ഈ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുന്നവനാ. ഇനി അതിന്റെ 44-ാമത്തെ അധ്യായം എടുത്ത്, എട്ടാം 44, അതിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. വിഗ്രഹത്തെ നിർമ്മിക്കുന്ന ഏവനും ശൂന്യം, അവരുടെ മനോഹര ബിംബങ്ങൾ ഉപകരിക്കുന്നില്ല, അവയുടെ സാക്ഷികളോ ഒന്നും കാണുന്നില്ല, എന്ന് ഒന്നും അറിയുന്നതുമില്ല, ലജ്ജിച്ചു പോകുന്നതേ ഉള്ളൂ. ഒരു ദേവനെ നിർമ്മിക്കുകയോ ഒന്നിനും കൊള്ളരുതാത്തൊരു വിഗ്രഹത്തെ വാർക്കുകയോ ചെയ്യുന്നവനാർ? ഇതാ അവന്റെ കൂട്ടക്കാർ എല്ലാവരും ലജ്ജിച്ചു പോകുന്നു. കൗശലപ്പണിക്കാരോ മനുഷ്യരെത്രേ, അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിൽക്കട്ടെ, അവർ ഒരുപോലെ വിറച്ച് ലജ്ജിച്ചു പോകും. അതിന്റെ താഴേക്ക് വരുമ്പോൾ 13-ാമത്തെ വാക്യം. ആശാരി തോതു പിടിച്ച് ഈയക്കോൽ കൊണ്ട് അടയാളമിട്ട് ചീകുളി കൊണ്ട് രൂപമാക്കുകയും വൃത്തയന്ത്രം കൊണ്ട് വരയ്ക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അവൻ അതിനെ മനുഷ്യാകൃതിയിലും പുരുഷ കോമളത്വത്തിലും തീർത്ത് ആലയത്തിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വയ്ക്കുന്നു. ഒരുവൻ ദേവദാരുക്കളെ വെട്ടുകയും തേക്കും കരിവേലകവും എടുക്കുകയും കാട്ടിലെ വൃക്ഷങ്ങളിൽ അവയെ കണ്ടുറപ്പിക്കുകയും ഒരു അശോകം നട്ടുപിടിപ്പിക്കുകയും മഴ അതിനെ വളർത്തുകയും ചെയ്യുന്നു. പിന്നെ അത് മനുഷ്യന് തീ കത്തിപ്പാൻ ഉതകുന്നു. അവൻ അതിൽ കുറെ എടുത്ത് തീ കായുകയും അത് കത്തിച്ച് അപ്പം ചുടുകയും അതുകൊണ്ട് ഒരു ദേവനെ ഉണ്ടാക്കി നമസ്കരിക്കുകയും ഒരു വിഗ്രഹം തീർത്ത് അതിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴുകയും ചെയ്യുന്നു. 18-ാമത്തെ വാക്യം 18. അവർ അറിയുന്നില്ല, ഗ്രഹിക്കുന്നതുമില്ല, കാണാതെ വണ്ണം അവരുടെ കണ്ണുകളെയും ഗ്രഹിക്കാതെ വണ്ണം അവരുടെ ഹൃദയങ്ങളെയും അടച്ചിരിക്കുന്നു. ഒരുത്തനും ഹൃദയത്തിൽ വിചാരിക്കുന്നില്ല, ഒരംശം ഞാൻ കത്തിച്ച് കനലിൽ അപ്പം ചുട്ട് ഇറച്ചിയും തിന്നു, ശേഷിപ്പുകൊണ്ട് ഞാനൊരു മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കുമോ, ഒരു മരമുട്ടിയുടെ മുന്നിൽ സാഷ്ടാംഗം വീഴുമോ എന്നിങ്ങനെ പറവാൻ തക്കവണ്ണം ഒരുത്തനും അറിവുമില്ല, ബോധവുമില്ല. അതാണ് റോമാലേഖനം 1:22. അവരുടെ വ്യർത്ഥ വിചാരങ്ങളിൽ അവർ എന്താണ് പറഞ്ഞത്? വിട്ടുപോയല്ലോ. അവരുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി തീർന്നു. അവർ ചിന്തിക്കുന്നില്ല. എന്ത് ചിന്തിക്കുന്നില്ല?
ഒരു കരുവേലകം നട്ടുണ്ടാക്കി, അശോകവൃക്ഷം അല്ലെങ്കിൽ ഒരു തേക്ക് നട്ടുണ്ടാക്കി അത് മുറിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ ഒരു നല്ലൊരു ഭാഗം ഒരു 6 അടിയിൽ മുറിച്ച് അത് എന്താണ് പുരുഷകോമളത്വത്തിലും മനുഷ്യാകൃതിയിലും കൊത്തിയൊരു രൂപം ഉണ്ടാക്കി ഒരു ദേവനെ ഉണ്ടാക്കി നമസ്കരിക്കുന്നു. നീ എൻ്റെ ദൈവം, നീ എന്നെ രക്ഷിക്കാം, നീ എൻ്റെ ദൈവമാണെന്ന് പറയുന്നു. ഞാൻ എല്ലാ വാക്യങ്ങളും അവിടെ വായിച്ചില്ല. ബാക്കി ഭാഗം കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? തീ കത്തിക്കുന്നു, കുളിർ മാറുന്നു, അല്ലെ? തീ കായുന്നു, കുളിർ മാറുന്നു, കുറെ കൊണ്ട് ചെയ്യുന്നു. അപ്പം ചുടുന്നു, ഇറച്ചി വേവിച്ച് കഴിക്കുന്നു. അതിൽ നിന്ന് അവന് തണുപ്പ് മാറുന്നുണ്ട്, ശരീരത്തിന് ആഹാരവും കിട്ടുന്നുണ്ട്. മറ്റേതിന് അവൻ ഏതാണ് ഗുണമെന്ന് അവൻ ചിന്തിക്കുന്നില്ല. കാരണം എന്താ? ജീവനുള്ള ദൈവത്തെ അവൻ എന്ത് ചെയ്തു? ഉപേക്ഷിച്ച് കളഞ്ഞു. അപ്പൊ ദൈവം എന്ത് ചെയ്തു? ഇനി ആ 18ാമത്തെ വാക്യം ഇനിയാണ് വായിക്കേണ്ടത്. റോമാലേഖനം 1:18. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്ക് നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന്. അപ്പൊ മനുഷ്യന്റെ അനീതി അഭക്തി എന്താ? സത്യദൈവത്തെ അംഗീകരിക്കാതിരിക്കുക, അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കോ നന്ദി കാണിക്കോ ദൈവത്തിന്റെ സത്യത്തെ അംഗീകരിക്കാതെ തങ്ങളുടെ നിരൂപണങ്ങൾക്കനുസരിച്ച് ഉള്ള ദൈവത്തെയും ദൈവങ്ങളെയും ഒക്കെ ഉണ്ടാക്കി നമസ്കരിച്ചു. അതാണ് അനീതി. അപ്പൊ ദൈവം ചെയ്യുന്ന പറഞ്ഞവിടെ 18ാം വാക്യത്തിൽ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യന്റെ സകല അഭക്തിക്കും അനീതിക്കെതിരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. വന്നു പറഞ്ഞ ഈ സോക്രട്ടീസിനോട് ശിഷ്യന്മാർ ചോദിച്ച് ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? Who is God? What is God? അപ്പൊ സോക്രട്ടീസ് പറഞ്ഞു, God is an uncased case. ദൈവം എന്ന് പറഞ്ഞാൽ കാരണമില്ലാത്ത കാരണക്കാരനാണ്. നമ്മൾ വായിക്കുന്നില്ലേ, സകലത്തിനും കാരണഭൂതൻ. കാരണഭൂതൻ എന്നുള്ള വാക്കാണ്. കാരണഭൂതൻ എന്ന് പറയാൻ വേറെ ഒരാൾ വിളിക്കുന്ന ആ കാരണഭൂതനല്ല, സകലത്തിനും കാരണഭൂതൻ. ദൈവമാണ് സകലത്തിന്റെയും കാരണക്കാരൻ. എല്ലാ കാര്യത്തിനും എന്തുണ്ട്? ഒരു കാരണമുണ്ട്. എല്ലാ കാര്യത്തിനും എവറി ഇഫക്റ്റ് ഹാസ് എ കോസ്, അല്ലേ? എല്ലാ കാര്യത്തിനും എന്തുണ്ട്? അതാണ് ഫിസിക്സ് പറയുക. എല്ലാ കാര്യത്തിനും കാരണമുണ്ട്. ആ കാരണത്തിനെന്തില്ല? കാരണമില്ല എന്ന് പറഞ്ഞാൽ God is an uncased case. കാരണമില്ലാത്ത കാരണക്കാരനാണ് ദൈവം. അപ്പൊ ആ ദൈവത്തെ അങ്ങനെ തന്നെ അംഗീകരിക്കാൻ. ആ ദൈവത്തിനോ കാരണം ഉണ്ടാക്കിയാണ് മനുഷ്യൻ വിഗ്രഹം ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ കല്ലിനോ മണ്ണിലോ അല്ലെങ്കിൽ ദൈവം ഉണ്ടാക്കിയ ജീവജാലങ്ങളിൽ ദൈവം ഉണ്ടെന്ന് പറയുമ്പോൾ അവൻ ദൈവത്തിന്റെ സത്യത്തെ എന്താക്കാം? വ്യാജമാക്കാം. അപ്പൊ ദൈവം കോപിക്കും. അല്ലെങ്കിൽ ദൈവം കോപിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടെ പറഞ്ഞ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് എങ്ങനെയാ ദൈവം വെളിപ്പെടുത്തിയത്? കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ. ദൈവം എങ്ങനെയാ കോപിച്ച്? ദൈവം എങ്ങനെയാ ശിക്ഷിച്ച്? 24-ാം വാക്യം. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങൾ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധീകരിച്ചു. ദൈവം എന്ത് ചെയ്തു? അശുദ്ധിയിലേൽപ്പിച്ചു. സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയെ ഏൽപ്പിച്ചു. 26-ാം വാക്യം. അതുകൊണ്ട് ദൈവം അവരെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. 28-ാം വാക്യം. ദൈവത്തെ പരിജ്ഞാനത്തിൽ തെറ്റ് ചെയ്യാനായിട്ട് ദൈവം അവരെ ഏൽപ്പിച്ചു. അപ്പൊ ഒരു ചോദ്യം, ഇവിടുത്തെ റോമാലേഖനം 1-ാം അധ്യായം 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ പ്രകാരം മനുഷ്യൻ പാപം ചെയ്യുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ പാപം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ് പാപം ചെയ്യുന്നത്? ദൈവം അനുവദിച്ചു. അപ്പോ അതിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ആഴ്ച തന്നെ അത് പറഞ്ഞതാണ്. ഐൻസ്റ്റൈൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പ്രൊഫസർ
ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊക്കെ ദൈവവിശ്വാസികളാണല്ലോ, അപ്പോൾ ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചത് നിങ്ങൾ പറയുന്നു. അങ്ങനെയാണ് ഞാൻ പറയുന്നത്, ദൈവമാണ് ഈ തിന്മയും സൃഷ്ടിച്ചത്. നന്മയുടെ ഉറവിടം ദൈവമാണെങ്കിൽ തിന്മയുടെ ഉറവിടവും ദൈവമാണ്. അപ്പൊ ഈ ഐൻസ്റ്റീൻ ഇങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തി. എന്തിനാ നീ കൈ ഉയർത്തി? അല്ല, എനിക്കൊരു ചോദ്യം ചോദിക്കാൻ ഉണ്ടായിരുന്നു. ചോദിച്ചോളൂ. അദ്ദേഹം ചോദിച്ചു, സാറേ വെളിച്ചമുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടല്ലോ, വെളിച്ചമുണ്ട്. വീണ്ടും ചോദിച്ചു, ഇരുട്ടുണ്ടോ? ഡാർക്ക്നെസ്, ഇരുട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇരുട്ടുണ്ടല്ലോ. അപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞു, ഇല്ല, ഇരുട്ട് ഇല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനാണ് എൻ്റെ സാറ്, നീയാണ് എന്നെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡാർക്ക്നെസ് ഈസ് ദ കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് ലൈറ്റ്. വെളിച്ചത്തിൻ്റെ അഭാവത്തെയാണ് ഇരുളെന്ന് പറയുന്നത്, ഇരുട്ടെന്ന് പറയുന്നത്. ഈ വെളിച്ചത്തിൽ നമ്മൾ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നതോറും എന്താവും? ഇരുട്ടിനാവും. ഈ ലൈറ്റെല്ലാം ഓഫ് ചെയ്താൽ ഇവിടെ എന്താവും? ഇരുട്ടാവും. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല. യോഹന്നാന്റെ ലേഖനം 1-5 വാക്യം ഞാനിപ്പോ പറഞ്ഞേ. യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ പറഞ്ഞേ. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യന്റെ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ വെട്ടാട്ടം പറയൂട്ടോ, അത് നമുക്ക് മോശമാവും. ആ ജീവൻ മനുഷ്യന്റെ വെളിച്ചമായിരുന്നു. താഴേക്ക് പറയുന്നത്, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ട്, അത് ദൈവ വെളിച്ചമാണ്. ആ സത്യത്തെ, ദൈവത്തിന്റെ സത്യത്തെ, ദൈവം എന്താണോ അങ്ങനെ തന്നെ അംഗീകരിക്കുവാൻ, അനുസരിക്കാൻ, സ്വീകരിക്കാൻ മനസ്സില്ലാതെ വരുമ്പോൾ ആ വ്യക്തി എന്തിലായി തീർന്നു? ഇരുട്ടിലായി. ദൈവം ആ വ്യക്തി എന്ത് ചെയ്യുന്നു? കൈവിട്ടു. 3 പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടില്ലേ? ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുത്തു, കൈവിട്ടു. വെളിച്ചത്തിലല്ല, പിന്നെ ഇരുട്ടിലായി. അപ്പൊ സ്വാഭാവികം എന്ത് ചെയ്യും? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സാധാരണ പറയുന്നത് എന്താ? പാപം ചെയ്യിപ്പിക്കുന്ന ആരാ? പിശാച്. ആരാ നമ്മളെ സൃഷ്ടിച്ചത്? മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാ? ദൈവമാണ് സർവശക്തൻ, പിശാചാണ്. അപ്പൊ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ കൊണ്ട് പിശാചിന് പാപം ചെയ്യിക്കാൻ പറ്റുമോ? ദൈവം എപ്പോഴാണ് അനുവദിക്കുന്നത്? ദൈവം അനുവദിക്കണം. ദൈവം എപ്പോഴാണ് അനുവദിക്കുന്നത്? ഏതൻ തോട്ടത്തിൽ മനുഷ്യൻ ഫലം പറിച്ച് തിന്നാൻ എന്താ കാരണം? ഏതാ ആദ്യത്തെ പാപം? ഏതാ ഏതൻ തോട്ടത്തിൽ ആദ്യത്തെ പാപം? നുണ. പറഞ്ഞോ? മോനേട്ടൻ പറഞ്ഞു അവിശ്വാസം. ആരോ പറഞ്ഞു നുണ. ഇനി അനുസരണക്കേട്. ഇനി നിങ്ങൾക്കൊന്നുമില്ലേ? അപ്പച്ചനും അമ്മച്ചൊക്കെ പറയേ. ഏതായിരിക്കും? നമുക്ക് സന്ദർഭം എടുത്തേ, സംഭവം എടുത്തേ. ദൈവം പറഞ്ഞു ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ. മറ്റവൻ വന്ന് പറഞ്ഞു, എന്ത് പറഞ്ഞു? അങ്ങനെ മരിക്കൊന്നുമില്ല, തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അപ്പൊ എന്ത് ചെയ്തു അവര്? സാത്താൻ പറഞ്ഞത് വിശ്വസിച്ചു, ദൈവം പറഞ്ഞത് അവിശ്വസിച്ചു. എന്ന് പറഞ്ഞാൽ ദൈവത്തെ തള്ളി, വെളിച്ചത്തെ തള്ളി. എന്തിലായി? ഈ അനുസരണക്കേടിലേക്ക് പോകണമെങ്കിൽ, പ്രവൃത്തിയിലേക്ക് പോകണമെങ്കിൽ ദൈവത്തിന്റെ സ്വാധീനം എന്ത് ചെയ്യണം? നഷ്ടപ്പെടണം. അത് നഷ്ടപ്പെട്ടു. അതാ ഹോശേ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്, അവർ ആദ്യ പിതാക്കന്മാർ എന്ന പോലെ എന്നോട് വിശ്വാസപാതകം ചെയ്തു എന്ന് പറഞ്ഞാൽ അവിശ്വസിച്ചു. ആദ്യം ഉണ്ടായത് അവിശ്വാസമാണ്. ദൈവമാണ് ദൈവം എന്നു ചെയ്തു അവര്.
അവിശ്വസിച്ചു. അവര് വിചാരിച്ച് ഞങ്ങൾക്ക് ആരാകാം? ദൈവമാകാം. അപ്പൊ ദൈവത്തിന്റെ ദൈവത്വത്തെ, ഡിവിനിറ്റിയെ അവരെന്ത് ചെയ്തു? അംഗീകരിച്ചില്ല, അവിശ്വസിച്ചു. അവിടെയാണ് കുഴപ്പം പറ്റുന്നത്. ഒരു വാക്യം വായിക്കും. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യം. ഒന്നല്ല, ഒരു വാക്യങ്ങളോ വായിക്കേണ്ടതായിട്ട് വരും. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാടിയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടത്. ദൈവം അവർ ഭോഷ്ക്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന്റെ വ്യാപാര ശക്തി കൈക്കൊള്ളും. ഭോഷ്ക്ക് വിശ്വസിക്കുമാർ ദൈവം എന്ത് ചെയ്യുന്നു? വ്യാജത്തിന്റെ എന്തുകൊണ്ട് അവിടെ ഈ റോമാലയത്തിൽ 2 വാക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. സത്യത്തെ വിശ്വസിക്കാതെ വ്യാജത്തെ വിശ്വസിക്കുന്നത് കൊണ്ട്. അവിടെ പറയുന്ന ആരെക്കുറിച്ചെന്നറിയാം? 9 വാക്യം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. ആരാ അധർമ്മമൂർത്തി? എതിർ ക്രിസ്തു വരുന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. എതിർ ക്രിസ്തു വരുമ്പോൾ അവനെന്ത് ചെയ്യും? അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുമ്പോൾ ആളുകൾ ആരും വിശ്വസിക്കും? യഹൂദന്മാരും മറ്റു ആളുകളും അവരിൽ വിശ്വസിക്കും. ആരിലാ വിശ്വസിക്കണ്ടേ? ക്രിസ്തുവിലാ വിശ്വസിക്കണ്ടേ. അവൻ ആരല്ല? ക്രിസ്തുവല്ല, വ്യാജനാണ്. പക്ഷെ വ്യാജത്തിൽ അവരെന്ത് ചെയ്യും? വിശ്വസിക്കും. സത്യത്തിൽ രക്ഷിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചുകൊള്ളാടിയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ സ്നേഹിക്കുക, സത്യദൈവത്തെ അംഗീകരിക്കാത്തത് കൊണ്ട് ദൈവം അവരെന്ത് ചെയ്തു? ഭോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ കണ്ടോ? ഭോഷ് അവ ചെയ്യിപ്പിക്കുന്ന ആരാ? ദൈവം. എന്തുകൊണ്ട്? ദൈവത്തെ അങ്ങനെ തന്നെ, ദൈവത്തിന്റെ സത്യത്തെ അംഗീകരിക്കാത്തത് കൊണ്ട്. അപ്പൊ ഈ റോമാലേഖനത്തില് ദൈവം അവരെ തിന്മയ്ക്ക് ഏൽപ്പിച്ചു. അപ്പൊ ഏതൊക്കെ തിന്മ പെട്ടെന്ന് പറഞ്ഞു പോകും. 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം, കേട്ടല്ലോ. റോമാലേഖനം 1:24 മുതൽ. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന്, സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കുക. 26-ാം വാക്യം. അതുകൊണ്ട് ദൈവം അവരെ അവമാന രാഗങ്ങളിൽ അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവവിരുദ്ധമാക്കി കളഞ്ഞു. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോട് അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന്. ഇങ്ങനെ ഒരു പാപം ബൈബിളിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എവിടെ? ഉൽപ്പത്തിയില് അല്ലെ? ഉൽപ്പത്തിയില് ആരുടെ കാലത്താ? ലോത്തിന്റെ കാലത്ത്. മനുഷ്യപുത്രന്റെ വരവിൽ ലോത്തിന്റെ കാലം പോലെ, നോഹയുടെ കാലം പോലെയും ലോത്തിന്റെ കാലം പോലെയാണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? എല്ലാ യുഗാന്ത്യത്തിലും ഉണ്ടാകുന്ന കാര്യമാണ് ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. ഇന്നുണ്ടായതല്ല, 21-ാം നൂറ്റാണ്ടിന്റെ 20-ാം നൂറ്റാണ്ടിന്റെ കണ്ടുപിടുത്തമല്ല. അതെന്തുകൊണ്ട് സംഭവിക്കുന്ന? ദൈവത്തെ മനുഷ്യൻ ത്യജിച്ചു കളയുമ്പോൾ ഓരോ യുഗങ്ങളുടെ അവസാനത്തിലുണ്ടാകുന്നതാണ്. LGBTQ കേട്ടിട്ടില്ലേ? LGBTQ അറിയത്തില്ലേ? കേട്ടിട്ടില്ലേ? ഉണ്ട്. ഇപ്പൊ നമ്മള് ഈ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നാൽ ഇതാ കൂടുതല്. എന്റെ പൊന്നെ, നമ്മൾ വിചാരിച്ച് ഇതൊക്കെ അപൂർവങ്ങളായിട്ട് സംഭവിക്കുന്നതാണെന്ന് വിചാരിച്ച് അല്ല. ഇത് നമ്മുടെ കുടുംബങ്ങളിൽ പോലും സംഭവിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവല്ലേ? ആണും തമ്മിൽ വിവാഹം കഴിക്കുന്നു, പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുന്നു. സ്വാഭാവിക വിരുദ്ധമായ കാര്യങ്ങൾ, ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് ദൈവം നിന്ന എന്ന് പറഞ്ഞാൽ അതെന്താ? ഒരു ശിക്ഷയായിട്ട് അവിടെ പറഞ്ഞിരിക്കണം. അതാ ദൈവത്തിന്റെ കോപം, ശിക്ഷ.
പാപം ചെയ്യുന്നത് തന്നെ പ്രാഥമികമായിട്ട് ദൈവം കൊടുക്കുന്ന ശിക്ഷ. സത്യദൈവത്തെ അംഗീകരിക്കാത്തതിനാൽ, ത്യജിച്ചു കളഞ്ഞതിനാൽ. യൂറോപ്പിലൊക്കെ ഇതിന്റെ 4000% വർധനം ഉണ്ടായെന്നാ പറയുന്നത് ഈ സെക്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന്റെ. അതായത് തോന്നുക എനിക്ക് അതായത് ഈ ഹ്യൂമൻ റൈറ്റ്സിനെയൊക്കെ, മനുഷ്യാവകാശത്തെയൊക്കെ തെറ്റായിട്ട് അവലംബിക്കുന്നത്. നീ ഇപ്പം ആണായിട്ട് ജനിച്ചു, നിങ്ങൾക്ക് ആണായിട്ട് തന്നെ ജീവിക്കണമെന്നൊന്നും ഇല്ലല്ലോ. പെണ്ണായിട്ട് ജനിച്ച എന്താ കുഴപ്പം? അപ്പൊ ആ കുട്ടിയുടെ മനസ്സിൽ ഇതിങ്ങനെ എന്ത് ചെയ്യാം? അപ്പൊ അതിനെക്കുറിച്ച് പഠിച്ചവര് യൂറോപ്പിൽ പറയുന്നത് ഈ സോഷ്യൽ മീഡിയയൊക്കെ ഇതിന് വളരെയധികം LGBT പ്രവർത്തകരൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പോയി അവർക്ക് എന്ത് കൊടുക്കാം? മോട്ടിവേഷൻ കൊടുക്കുക. അവിടെ സുവിശേഷം പറയാനൊന്നുമില്ല, സ്വാതന്ത്ര്യം ഇല്ല. എൻ്റെ കസിൻസൊക്കെ വിളിക്കും, ഞാൻ ചോദിക്കും ഈ പിള്ളേരൊക്കെ സ്കൂളിൽ എന്തൊക്കെ പഠിപ്പിക്കും, നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ? അപ്പോൾ പറയില്ല, LGBT വന്ന് അവിടെ എന്ത് കൊടുക്കുന്നത്? മോട്ടിവേഷൻ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു വീട്ടിൽ പഠിപ്പിച്ചോണം, വചനം ചെയ്തോണം, പഠിപ്പിച്ചോണം. ദൈവത്തെ നിഷേധിക്കുന്നവരുടെ ഉള്ളിൽ ദൈവം കൊടുക്കുന്ന നികൃഷ്ട ബുദ്ധിയാണിത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സഞ്ജയ് ബംഗാർ എന്ന് പറഞ്ഞൊരു ക്രിക്കറ്റർ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ ടീമിൽ നേരത്തെ, എനിക്ക് തോന്നുന്നത് ഈ 90s-ലും 2000-ലൊക്കെ. അപ്പം അദ്ദേഹത്തിന്റെ മകൻ ഇംഗ്ലണ്ടിൽ പോയിട്ട് അവൻ ആരായി? അവൻ സ്ത്രീയായി. അപ്പോൾ ഇതിങ്ങനെ ഒരു വലിയ തോതിൽ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ചിലർ പറയുന്നത് ഞാൻ സ്ത്രീയായിട്ട് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ പുരുഷനായിട്ട് തോന്നുന്നു. അത് നിന്റെ ഹോർമോണിലുള്ള വേരിയേഷൻ മുഖാന്തരമാണ്. ഈ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം 200 ഓർഡറുകളിലാണ് ആദ്യത്തെ ദിവസം ഒപ്പുവെച്ചത്. അതിൽ ഒരു ഓർഡർ, നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നു എനിക്കറിഞ്ഞൂടാ, അദ്ദേഹം ഒപ്പുവെച്ച ഒരു കാര്യം, അമേരിക്കയിൽ 2 ജെൻഡറെ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. നോ ട്രാൻസ്ജെൻഡേഴ്സ്. ദൈവം എല്ലാവരും പുരുഷനോ സ്ത്രീയായിട്ടാണ് ജനിക്കുന്നത്. പിന്നെ തോന്നുന്നതാണ്, ഈ ഹോർമോൺ വേരിയേഷൻ മുഖാന്തരം എന്താ തോന്നുന്നതാണ്. അപ്പൊ ഈ അതിനെക്കുറിച്ച് പല കാര്യങ്ങൾ സംസാരിക്കാണ്ട് ഇത് വലിയ മാരകമായിട്ടൊരു പ്രശ്നമാണ്. അത് മാത്രമല്ല, ഈ മനുഷ്യന്റെ ജീവിതത്തിലുള്ള എന്താ പറയുക, പല തോന്നലുകൾക്ക് അനുസൃതമായി അവൻ പോകുന്നതിന്റെ കാരണം ഈ തോന്നലിലേക്ക് ആര് തള്ളിവിടുന്നു? ദൈവം തള്ളിവിടുന്നു. എന്താ കാരണം? വെളിച്ചത്തിൽ നമ്മൾ എന്ത് ചെയ്യാം? ദൂരെ പോകുന്നു. ഒറ്റ കാര്യം ചെയ്താൽ എന്ത് ചെയ്യാം? സൃഷ്ടാവായ ദൈവത്തിലേക്ക്, രക്ഷിതാവായ കർത്താവിനോട് അടുത്തു വരിക. ദൈവത്തെ 28ാമത് വാക്യം, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ, അപ്പൊ ഉചിതമായത് ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ആരാ? ദൈവമാണ്. ദൈവത്തിൽ ആശ്രയിക്കുക, പ്രാർത്ഥിക്കുക. രാവിലെയും വൈകിട്ടും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമ്മെ രക്ഷിക്കുന്ന കർത്താവിന്റെ തിരുകരങ്ങളിൽ നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പാപത്തെ വെറുക്കുക, തിന്മയെ വെറുക്കുക, ഇരുട്ടിനെ വെറുക്കുക. അവിടെ പറയുന്നുണ്ട് 5-ാം വാക്യത്തിൽ, വെളിച്ചം ഇരുളിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കുകയില്ല. ഇരുള് ഉള്ളയിടത്ത് എന്ത് കൊണ്ടുവരാം? വെളിച്ചം കൊണ്ടുവരാം. വെളിച്ചമുള്ളിടത്ത് ഇരുളിനെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ കർത്താവിനാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ സ്വാധീന വലയത്തിലാണെങ്കിൽ, ഒരു സാത്താനും ഒരുത്തിനും ഒരു ലോകത്തിനും നിങ്ങളെ തെറ്റിക്കാൻ കഴിയില്ല. ഇല്ലെങ്കിൽ ഇല്ലാത്ത എല്ലാ ഗുരുമാലുകളെയും തലയിൽ കയറും. പിന്നെ അതിനനുസരിച്ചായിരിക്കും ചെയ്യുന്നത്, പോകുന്നത്. അതിന് ഒറ്റ വഴിയേ ഉള്ളൂ, കർത്താവിലും അവന്റെ വചനത്തിലും ശരണപ്പെടുക. ഈ വചനങ്ങൾ കൊണ്ട് കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച 2-ാം അധ്യായം ആവർത്തിച്ച് വായിച്ച് കടന്നു വരിക. ചില വാക്യങ്ങൾ പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അടുത്ത ആഴ്ച അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കർത്താവിന്റെ നാമം എന്ന്